ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് പരിസ്ഥിതി സ്നേഹികളാണ് വശ്യമനോഹരവും വിശ്വപ്രസിദ്ധവുമായ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലേക്ക് പ്രകൃതി പഠനത്തിനും വിനോദസഞ്ചാരത്തിനുമായി എത്താറുള്ളത്. കേനൂസ് ടീമിനൊപ്പം ഇന്ന് പത്തനംതിട്ട, എറണാകുളം, മഞ്ചേരി, കോയമ്പത്തൂർ, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള 100-ൽ പരം പേരാണ് നിത്യനിശബ്ദതയുടെ കാനനഭംഗി കണ്ടാസ്വദിക്കാനെത്തിയിട്ടുള്ളത്. നമ്മൾ സൈലന്റ് വാലി ഫോറസ്റ്റ് ഇൻഫർമേഷൻ സെന്ററിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്താണ് നമ്മുടെ ടീം പുറപ്പെടുന്നത്. നമ്മൾ വനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. വിവിധ ആദിവാസി വംശങ്ങൾ ഒരുമിച്ച് പാർക്കുന്നിടമാണ് നാം ആദ്യമായി കാണുന്നത്. ദേശീയോദ്യാന പ്രദേശത്ത് വസിക്കുന്ന പ്രധാന ആദിവാസികൾ ഇരുളർ, കുറുമ്പർ മുതലായവരാണ്. ഇവരുടെ 100-ൽ പരം വാസഗേഹങ്ങൾ ഇവിടെ കാണാം. പാതയുടെ ഒരു വശത്ത് പുലിമാന്തിപ്പാറ എന്ന് ഞങ്ങൾ തമാശയായി വിശേഷിപ്പിച്ച പുലിയുടെ നഖമുപയോഗിച്ച് മാന്തിയതുപോലെ തോന്നിപ്പിക്കുന്ന, ശരിക്കും വിസ്മയിപ്പിക്കുന്ന വരയൻ പാടുകളുള്ള പാറ കൗതുകമുയർത്തുന്നതാണ്. നിശബ്ദതയുടെ താഴ്വരയിലേക്ക് പ്രവേശിക്കുന്ന കവാടമാണിത്. മനുഷ്യന്റെ പാദസ്പർശമേൽക്കാതെ പ്രകൃതി പോറ്റി വളർത്തി സംരക്ഷിച്ചു നിർത്തിയ കോടിക്കണക്കിന് വർഷം പഴക്കമുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ വിധിയെഴുതിയ നിബിഡ വനാന്തരത്തിലേക്ക് നാമിതാ പ്രവേശിക്കുകയാണ്. പണ്ട് കാലങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ മുനികൾ ഇവിടുത്തെ അവസ്ഥയിരുന്ന സ്ഥലമാണ്. അതാണ് സൈലന്ത്രി വനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ നമുക്ക് ഇവിടുന്ന് ശരിക്കും നമ്മൾ 4 ഏരിയയിലേക്കാണ് നമ്മൾ ഇത് ബഫർ സോണും അത് 4 ഏരിയയിലേക്കാണ് പറഞ്ഞത്. ഇവിടുന്നാണ് നമ്മളെ നിത്യഹരിതവനം എന്ന് പറഞ്ഞത്. ഇല കൊഴിയാത്ത കാടുകൾ എന്ന് പറഞ്ഞാൽ ഒരു തൂമ്പ് വന്ന ശേഷമേ മറ്റേ ഇല നമുക്ക് താഴേക്ക് കൊഴിയുകയും. ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് 100 അടിയിൽ ഒരു വാച്ച് ടവർ ഉണ്ട്. അതിന് മുകളിൽ കയറി ഏകദേശം സ്ഥലങ്ങൾ മൊത്തം നമുക്ക് നല്ല വ്യൂ പോയിന്റ് ആയിട്ട് നമ്മൾ കാണാം. ഇവിടെ നമുക്കൊരു 70-75 കാലഘട്ടത്തിൽ ഇവിടെ സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ ഒരു പാത്രക്കടവ് എന്ന സ്ഥലത്ത് ഒരു ഡാം കെട്ടാൻ തീരുമാനം എടുത്ത സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന സെന്റർ. അവിടെ നമ്മൾ പാത്രക്കടവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുന്തിപ്പുഴ വിലങ്ങടിച്ച് നിർത്തി ഡാം കെട്ടി കറണ്ട് എടുക്കാൻ വേണ്ടിയായിരുന്നു KCBക്കാർ തീരുമാനിച്ചത്. ഇതായിരുന്നു അന്ന് നമ്മളെ ഈ ഡാം ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ ഏകദേശം കിലോമീറ്റർ ദൂരം നല്ല ഭംഗിയുള്ള ഒരു നിത്യഹരിതവനം നമ്മൾ ഈ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകും, നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അന്നത്തെ പ്രകൃതി സ്നേഹി സുധകുമാരി ടീച്ചറാണ് നമ്മളെ കൂടുതലും സമരം ചെയ്ത് ക്യാൻസൽ ആക്കിയത് അന്നത്തെ കാലത്ത്. പിന്നെയാണ് 1985-ലാണ് രാജീവ് ഗാന്ധി വന്നിട്ട് പ്രധാനമന്ത്രി വന്നിട്ട് അന്ന് നാഷണൽ പാർക്ക് ആക്കി പോയത്. നമ്മുടെ മൊബൈൽ ഫോണുകൾ ഔട്ട് ഓഫ് റേഞ്ചിൽ നിശ്ചലമായി ചിത്രങ്ങൾ പകർത്താനല്ലാതെ ഒന്നിനും പറ്റാതാകുന്നതോടെ നമ്മുടെ മനസ്സ് എല്ലാ കെട്ടുപാടുകളിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നുമെല്ലാം പരിപൂർണമായും സ്വതന്ത്രമായി കഴിഞ്ഞു. ഈ അമ്മ മഴക്കാട് അതിൻ്റെ മാന്ത്രിക ചെപ്പിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അതുല്യവും അമൂല്യവുമായ ജൈവ വൈവിധ്യങ്ങളുടെ ഈ കലവറയിൽ ഇലപൊഴിയ കാടും നിത്യഹരിത മഴക്കാടുകളുമെല്ലാം ഉള്ള സൈലന്റ് വാലി ദേശീയോദ്യാനം എന്ന സൈലന്ത്രി വനത്തിൽ 24 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ രൂപപ്പെട്ട ആരെയും വിസ്മയിപ്പിക്കുന്ന ഒരത്ഭുത ലോകത്തിലൂടെയാണ് നമ്മളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടാസ്വദിക്കണം, അനുഭവിച്ചറിയണം എന്നല്ലാതെ മറ്റൊന്നും ഈ ധന്യ നിമിഷങ്ങളിൽ പറയാനില്ല. ഇതാ ഇവിടെ വെച്ച് വാഹനത്തിലുള്ള യാത്ര അവസാനിച്ചിരിക്കുന്നു. ഇവിടമാണ് സൈലന്ത്രി എന്ന പേരിൽ അറിയപ്പെടുന്നത്.
ഇതാ ഈ ശിലാഫലകം കാണൂ. 1985 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഈ ഉൾവനത്തിലെത്തി ഈ ഫലകം അനാച്ഛാദനം ചെയ്താണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് രാജ്യത്തിന് സമർപ്പിച്ചത്. അന്ന് സംസ്ഥാന മുഖ്യമന്ത്രി കരുണാകരനും KP നൂറുദ്ദീൻ വനം മന്ത്രിയുമായിരുന്നു. അന്ന് സ്ഥാപിച്ചതായിരുന്നു സൈരന്ധ്രിയിലെ ഈ കാവൽ ഗോപുരം. ദേശീയോദ്യാനത്തിന്റെ മുഴുവൻ കാഴ്ചകളും പകർത്താനും ആസ്വദിക്കാനും പറ്റിയ ഇടമാണിത്. ഇതാണ് നമ്മൾ നിലമ്പൂർ കരുവാരുകുണ്ട് വഴിയേരി കേട്ടോ. കരുവാരുകുണ്ട് എടത്തനാട്ട് അമ്പലപ്പാറ തത്തേക്കര മണ്ണാർക്കാട് ഭാഗം അവിടെ ആശം കാണിക്കാൻ മാത്രമേ ഉള്ളൂ. അതങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ, അതങ്ങോട്ട് കയറി പോകും. അപ്പൊ ഇത് നീലഗിരി ഊട്ടി ഭാഗം കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഈ 75 കാലം 80 കാലഘട്ടങ്ങൾ ഞാൻ പറഞ്ഞത് ഇവിടെയാണ് ഈ ഡാം കെട്ടാൻ തീരുമാനിച്ചത്. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഇവിടെ ഈ ഡാം ഈ കുന്തിപ്പുഴ വെച്ച് ഈ ഡാം ഇവിടെ വിലങ്ങി ഇത് കെട്ടി നിർത്തി കഴിഞ്ഞാൽ ഏകദേശം കിലോമീറ്റർ ദൂരം ഇത്രയും നല്ലൊരു നിത്യഹരിതവനം നഷ്ടപ്പെടും. സൈലന്റ് വാലിയിലെ വാച്ച് ടവറിന് മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ണെത്താ ദൂരത്ത് നിബിഡ വനങ്ങളാണ് നമ്മൾ കാണുന്നത്. മനോഹരമായ കോടമഞ്ഞ് മൂടി പുതച്ച് കിടക്കുന്ന ഈ മലനിരകൾ, എത്ര കണ്ടാലും കൊതി തീരാത്ത ഈ മലനിരകൾ കാണാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ളവർ മുഴുവൻ ഈ മനോഹരമായ കാഴ്ച കാണാൻ വരാത്തതെന്ന് നമുക്ക് വിഷമത്തോടു കൂടി ചോദിക്കാൻ തോന്നുകയാണ്. അത്രമാത്രം മനോഹാരിത നിറഞ്ഞ, മനസ്സിനെ കുളിരണിയിക്കുന്ന, നമുക്ക് ഏറ്റവും ഹൃദ്യമായ കാഴ്ചയനുഭവം തരുന്ന ഈ സൈലന്റ് വാലി മലനിരകളിലൂടെ എല്ലാവരും വന്ന്, കേരളത്തിലെ മലയാളികളായവരെല്ലാവരും വന്ന് നമുക്ക് അനുഗ്രഹീതമായ ഈ പ്രദേശം കാണണം, കണ്ടാസ്വദിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. 100 അടി ഉയരമുള്ള ടവറിൽ കയറി മുകൾത്തട്ടിൽ നിന്ന് നാലുപാടും നോക്കത്താ ദൂരത്തിൽ പരന്നു കിടക്കുന്ന നിബിഡ വനത്തിന്റെ ഭംഗി ആസ്വദിച്ച ശേഷം അകലേക്ക് നോക്കി വെണ്ണുരകൾ പീലി വിടർത്തിയ കുന്തിപ്പുഴയുടെ വശ്യമനോഹരമായ വിഹക വീക്ഷണത്തിൽ മതിമയങ്ങി പിന്നെ മെല്ലെ മെല്ലെ ഓരോരുത്തരായി തിരികെ ഇറങ്ങിയ ശേഷം ഓരോ സാഹസിക വിനോദ സഞ്ചാരിയും എത്രയോ അധികമായി ആഗ്രഹിച്ച് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയ ആ ട്രെക്കിങ്ങിനായി ഇനി നമുക്ക് ഒരുങ്ങാം. ഈ ലഘുഭക്ഷണശാലയിൽ നിന്ന് അടയും ചായയും കുടിച്ച ശേഷം ക്ഷീണം മാറ്റി നമുക്ക് വനഭംഗി ആസ്വദിച്ച് താഴെ പുഴയിലേക്ക് ഏകദേശം 1.5 കിലോമീറ്ററോളം കാടിനുള്ളിലൂടെ കുന്നിറങ്ങി നടക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതെന്താണ്? സൈലന്റ് വാലിയിലെ FTA നടത്തുന്ന ലഘുഭക്ഷണശാലയിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നല്ല കാപ്പിയും അതിലേറെ രുചികരമായ ചായയും അതോടൊപ്പം ചൂടുള്ള അടയും കിട്ടും. എല്ലാവരും അടയും ചായയും കാപ്പിയും ഒക്കെ കഴിച്ച് സന്തോഷത്തോടുകൂടിയാണ് ഇനി കുന്തിപ്പുഴയിലേക്കുള്ള നടത്തം ആരംഭിക്കുന്നത്. 1975 കാലഘട്ടത്തിൽ കേരള വൈദ്യുതി വകുപ്പ് സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന കുന്തിപ്പുഴയിൽ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതി ആരംഭിച്ചപ്പോൾ ഹെക്ടർ കണക്കിന് മഴക്കാടുകൾ വെള്ളക്കെട്ടിനടിയിലാകുമെന്ന കാരണത്താലാണ് പ്രകൃതി സ്നേഹികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിച്ചത്. തുടർന്ന് കേന്ദ്ര സർക്കാർ ഇവിടം സൈലന്റ് വാലി നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച ശേഷം ഇനി ഇവിടുത്തെ മണ്ണും പുഴയും അണക്കെട്ടാവശ്യത്തിന് തൊട്ടുപോകരുതെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്
സംസ്ഥാന വനം വകുപ്പും KSEBയും ചേർന്ന് അണക്കെട്ടുണ്ടാക്കുന്നതിനുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി നിർമ്മിച്ചതാണ് ഈ വഴി. ഈ വഴിത്താരയുടെ ഇരുവശങ്ങളിലുമായി അമ്പരചുംബികളായ വിവിധതരം മരങ്ങളാണുള്ളത്. ഇതിൽ തന്നെ സിംഹവാലൻ കുരങ്ങിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കായ്ഫലമുള്ള വെടിപ്ലാവാണ് ഏറെയും. ഏറ്റവും കൂടുതൽ നമ്മൾ സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ജീവി സിംഹവാലൻ കുരങ്ങാണ്. അവന്റെ മെയിൻ ഭക്ഷണമാണ് ഈ കുരു. ഇത് ചക്കക്കുരുവാണ്. ഇതൊരു ചുളയുള്ളതാണ് ആഞ്ഞിരി കേട്ടോ. ഇത് ചക്കക്കുരുവാണ്. ഇത് പറഞ്ഞു കേൾക്കുക കേട്ടോ. ഇത് ഉള്ളതും ഈ മരം കണ്ടമാനം നമുക്ക് ഇവിടെ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ സിംഹവാലൻ കുരങ്ങ് ഇവിടെ കാണപ്പെടുന്നത് കേട്ടോ. ഇതിന് മുള്ളൻ ചക്ക വെടിപ്പിലാവെന്ന് പറയും. ഇതിന്റെ പുറത്ത് കംപ്ലീറ്റ് മുള്ളായിരിക്കും. തൊട്ട് നോക്കിയേ, മെല്ലെ മുള്ളായിരിക്കും. മെല്ലെ കൈകളല്ല മുള്ളായിരിക്കും കേട്ടോ. ഇത് നമുക്ക് കഴിക്കാൻ പറ്റില്ല, അത് അവനുള്ള ഭക്ഷണമാണ് കേട്ടോ. ഇത് ഇവിടെ ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന സാധനം നിങ്ങൾ നാട്ടിൽ കൊണ്ടുണ്ടാവും. ഈ മരങ്ങളെല്ലാം കണ്ടില്ലേ? പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന വംശനാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്ന മക്കാക്ക് വർഗത്തിൽപ്പെട്ട കുരങ്ങുകളാണ് ലേൺ ടെയിൽ മക്കാക്ക് എന്ന സിംഹവാലൻ കുരങ്ങുകൾ. കേരളത്തിൽ സൈലന്റ് വാലി വനത്തിൽ മാത്രമാണ് ഇവയുള്ളത്. വർഷത്തിൽ എല്ലാ കാലത്തും കായ്കനികൾ ലഭിക്കുന്നത് കൊണ്ടാണ് സിംഹവാലൻ സൈലന്റ് വാലിയുടെ ഭാഗമായത്. വെള്ളി നിറവും വെള്ള നിറവും ഇടകലർന്ന സടയും രോമങ്ങളില്ലാത്ത കറുത്ത മുഖവുമുള്ള ഇവയ്ക്ക് 10 കിലോഗ്രാമിൽ താഴെയേ തൂക്കമുണ്ടാകാറുള്ളൂ. 25 സെന്റിമീറ്റർ നീളമുള്ള വാലിന്റെ അറ്റം സിംഹത്തിന്റെ വാലിന് സദൃശ്യമായതിനാലാണ് ഇവയെ സിംഹവാലൻ കുരങ്ങൻ എന്ന് വിളിക്കുന്നത്. ഇവയുടെ ഓരോ കൂട്ടത്തിലും 10 മുതൽ 20 വരെ അംഗങ്ങൾ കാണാം. മഴക്കാടുകളിലെ പഴങ്ങൾ, ഇലകൾ, മുകുളങ്ങൾ, പ്രാണികൾ, ചെറിയ ജീവികൾ എന്നിവയാണ് ഇവയുടെ ഭക്ഷണം. വനാന്തർഭാഗത്തെ 92 ഇനം മരങ്ങളെയും ചെടികളെയും ഭക്ഷണത്തിനായി ഈ ജീവികൾ ആശ്രയിക്കുന്നതായി പഠനങ്ങൾ വെളിവാക്കുന്നു. നേരത്തെ പറഞ്ഞ വെടിപ്ലാവ്, പാലി, കാട്ടുപ്ലാവ്, ആൽമരം, കാട്ടുമാവ് എന്നിവയാണ് പ്രധാനപ്പെട്ട മരങ്ങൾ. ഇന്ന് വനങ്ങളിൽ ഏകദേശം 2500 പരം സിംഹവാലൻ കുരങ്ങുകളെ ജീവിച്ചിരിക്കുന്നുള്ളൂ അത്രേ. സൈലന്റ് വാലി അണക്കെട്ട് വന്നിരുന്നെങ്കിൽ ഈ വർഗത്തിൽപ്പെട്ട ഒന്നിനെ പോലും മഷിയിട്ട് നോക്കിയാൽ കാണാൻ ഇവിടെ ശേഷിക്കില്ലായിരുന്നു എന്ന് നാം ഇപ്പോൾ ഓർക്കേണ്ടതുണ്ട്. ഇവിടുത്തെ തൂക്കുപാലം സൈലന്റ് വാലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്നായിരുന്നു. കഴിഞ്ഞ പ്രളയത്തിൽ ഇത് തകർന്നു പോയതോടെയാണ് ഈ കാഴ്ച മുടങ്ങിയത്. പുതിയ തൂക്കുപാലം നിർമ്മിക്കുന്നതിന് അക്കരെയും ഇക്കരെയും സ്പാനുകളുടെ ബേസ്മെന്റ് നിർമ്മാണം നടന്നെങ്കിലും മഴക്കാലം എത്തിയതോടെ പ്രവൃത്തി നിർത്തിവെച്ചിരിക്കുകയാണ്. സഞ്ചാരികൾക്ക് കമ്പിപ്പാലത്തിൽ കയറി അക്കരയ്ക്ക് പോയി കാഴ്ചകൾ കാണാനുള്ള അവസരമൊരുക്കുക എന്നതിലേറെ വനസംരക്ഷണ സേനാംഗങ്ങൾക്കും പഠന നിരീക്ഷണത്തിനെത്തുന്നവർക്കും ഇവിടെ നിന്ന് 9 കിലോമീറ്റർ ദൂരെ പൂച്ചക്കൂമ്പന്റെ സമീപത്തുള്ള ക്യാമ്പ് സൈറ്റിലേക്ക് പോയി വരാനുള്ള മാർഗം കൂടിയാണിത്. മനുഷ്യരുടെ സ്പർശമോ ശ്വാസോച്ഛ്വാസ നിശ്വാസമോ പോലും ഏൽക്കാതെ സദാ രൗദ്രഭാവത്തോടെ ഒഴുകുന്ന കുന്തിപ്പുഴയെ ഇപ്പോൾ ഇത്ര ശാലീന സുന്ദരമായ കളിചിരികളുമായവൾ കുണുങ്ങി കുണുങ്ങി പതഞ്ഞു പൊങ്ങി കളകളാരവം പൊഴിച്ചൊഴുകുന്നത് ഒന്ന് കാണൂ. ഇവിടമാണ് ഈശ്വര സന്നിധാനമെന്ന് ഒരു കവിയും ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടിയെന്ന് മറ്റൊരു കവിയും കുറിച്ചത് ഒരു പക്ഷേ ഈ പ്രദേശത്തെ ഉദ്ദേശിച്ച് തന്നെയാകും. മണ്ണാർക്കാട് അട്ടപ്പാടി ചുരം കയറിയും
തമിഴ്നാട്ടിൽ നിന്ന് കോയമ്പത്തൂർ ആനക്കട്ടി വഴിയും പ്രവേശന കവാടമായ മുക്കാലിയിൽ എത്തിച്ചേരാം. ₹600 നേരത്തെ ബുക്ക് ചെയ്ത് അനുവാദം ലഭിച്ച ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. 17ഓളം ജീപ്പുകളും 2 കുട്ടി ബസ്സുകളും അടങ്ങുന്ന വ്യൂഹത്തിൽ ഓരോ വാഹനത്തിലും ഒരു ഗൈഡിന്റെ അകമ്പടിയോടെയാണ് നമ്മളെ ഉൾവനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഒട്ടെല്ലായിനം വന്യമൃഗങ്ങളും കാട്ടിലുണ്ടെങ്കിലും നിബിഡ വനമായതിനാൽ അപൂർവമായേ അവയെ നേരിട്ട് കാണാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളെ കാണുക എന്ന ലക്ഷ്യത്തോടെ ഇവിടെ വരുന്നവർക്ക് മിക്കപ്പോഴും നിരാശയാകും ഫലം. നമുക്ക് വരദാനമായി ലഭിച്ച നിശബ്ദതയുടെ താഴ്വരയെന്ന ഈ നിത്യഹരിത വനം കുറഞ്ഞ മുടക്കിൽ കണ്ടാസ്വദിക്കാമെന്നതിനാൽ നമ്മുടെ നാട്ടിലെല്ലാവരും, മുഴുവൻ മലയാളികളും ഇത് കണ്ടിരിക്കേണ്ടതാണ് എന്ന് മാത്രമേ കെ ന്യൂസിന് പറയാനുള്ളൂ.